ആണ് ഈ കടുവ വന്നിട്ട് രാധേനെ ആക്രമിക്കുന്നതും അവരെ കൊലപ്പെടുത്തുന്നതും. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏതായാലും സംഭവിച്ചു. അതിനെ സംബന്ധിച്ച് ജനങ്ങളും നാട്ടുകാരും വലിയ രോഷാകുലത്തിലായിരുന്നു. കടുവനെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളതാണ് ജനത്തിൻ്റെ ഫസ്റ്റ് ഡിമാൻഡ്. അതിൽ ആ കാര്യങ്ങൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മളിപ്പം പരിശോധിച്ച് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ മനുഷ്യനെ കൊന്നു ഭക്ഷിക്കുന്നതുകൊണ്ട് നരഭോജി കടുവ എന്ന നിലയ്ക്ക് അതിൽ ഉൾപ്പെടുത്തിയിട്ട് വെടിവെക്കാനാണ് ഉത്തരവാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിച്ച് ഉത്തരവിറങ്ങുന്ന മുറയ്ക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു വശത്ത് കൂട് വെച്ചിട്ട് ഇതിൽ പിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നെ ഇവിടെ പണിക്കാരും എല്ലാവരും ഉള്ളത് കൊണ്ട് ഈ തോട്ടം തൊഴിലാളി മേഖലയാണല്ലോ. അപ്പോൾ അവർക്ക് നാളെയും ജോലിക്ക് ഇറങ്ങണം രാവിലെ. അപ്പം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് RRT ടീമിനെ നമ്മൾ ഇന്ന് തന്നെ ഇപ്പം തൊട്ട് തന്നെ ഈ സമയം തൊട്ട് തന്നെ നമ്മൾ ഉറപ്പ് വരുത്തും. അതെ അവർ പിന്നെ ഇപ്പോൾ രാധേൻ്റെ ഭർത്താവ് നിലവിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക വാച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടരും. പിന്നെ കുടുംബത്തിൽ ഒരാൾക്ക് ഒരു സ്ഥിരപ്പെടുത്തണം എന്നുള്ള ഒരു ഡിമാൻഡാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് പിന്നെ നമ്മൾ ഇവിടെ അത് പറഞ്ഞുകൊണ്ട് മാത്രം അത് തീരുമാനമാവില്ല. അതുകൊണ്ട് മന്ത്രി എന്ന നിലയ്ക്ക് തന്നെ മിനിസ്ട്രി തലത്തിൽ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നുള്ളതാണ് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അതെ, നിലവിലുള്ള നിയമം ഇപ്പോൾ 10 ലക്ഷമാണ്. പക്ഷെ നമുക്ക് ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞ് ഇയാൾക്ക് 10 ലക്ഷമല്ല 50 ലക്ഷമല്ല 1 കോടി കൊടുത്താലും നമുക്ക് നിൽക്കില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മാനന്തവാടി തോമസ് മരിച്ചപ്പോൾ അന്ന് അവിടെ ഡിമാൻഡ് ചെയ്ത് 1 കോടിയാണ്. മറ്റൊരാൾ മരിച്ചപ്പോൾ 50 ലക്ഷമാണ്. അപ്പോൾ ഫണ്ടിൻ്റെതല്ല വിഷയം. നമുക്കിത് ഭാവിയിൽ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ജാഗ്രതയോടെ കാണേണ്ടതും ആലോചിക്കേണ്ടതും. അതിനാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈൽഡ് ലൈഫ് ആക്ടിൽ നമ്മൾ കാലാനുസൃതമായിട്ടുള്ള ഭേദഗതി നമ്മൾ വരുത്തിയേ പറ്റൂ. അല്ലാതെ നമ്മൾ ഈ ശ്രമം പിന്നെ നടത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള ദുരൂഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും അതേപോലെ തന്നെ ഇപ്പോൾ മീഡിയാസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ മീഡിയക്കാരുടെയൊക്കെ നല്ല ഒരു സമ്മർദ്ദവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇതിനുണ്ടാവണം. ഈ 72 വൈൽഡ് ലൈഫ് ആക്ടിൽ അമെൻമെൻറ്റ് കൊണ്ടുവന്നേ മതിയാകൂ. അതാണ് അതിനു വേണ്ടിയുള്ള സമ്മർദ്ദം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവേണ്ടത്. നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു എല്ലാവരും വന്ന് ബഹളം ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു 10 ലക്ഷം കൊടുത്തു അല്ലെങ്കിൽ ഒരു 50 ലക്ഷം കൊടുത്തു താൽക്കാലിക ഒതുങ്ങി. പക്ഷെ നമ്മൾ കാണുന്നത് അതല്ല. ശാശ്വതമായിട്ട് പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഇനി കൊണ്ടുവരാതെ വയനാട്ടുകാർ നിൽക്കാൻ പറ്റുമോ? കഴിഞ്ഞ മാസം ഫുള്ളായിട്ട് ബത്തേരി ആയിരുന്നല്ലോ അല്ലേ? എല്ലാ കൊല്ലം ഇത് തന്നെയല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് സമ്മർദ്ദം പോയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ്റിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കാലാവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ഗവൺമെൻറ് ഒരു ബാധ്യസ്ഥമായി തീരും എന്ന് തന്നെയാണ് കാണുന്നത്.